സുഹൃത്തുക്കളെ, ജയന്ത് നാഗ് എന്ന് പറയുന്ന UP സംഘി നമ്മുടെ കേരളത്തിൽ വന്നിട്ട് അവനുണ്ടാക്കിയ ഒരു കൊണപ്പിക്കലാണ്. നിങ്ങളത് കേൾക്കണം. കേട്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയുകയും വേണം. ആദ്യം അത് കേൾക്ക്. It pains my heart to see beef in Kerala because this is Parashurama's bhumi where Parashurama fought with Kartavirya Arjuna for a kamadhenu or a cow, and today's people are literally eating beef, which is what Parashurama fought against. So this really pains my heart, and I hope the government brings some sort of norms to ban beef here. ഇനി ചിലപ്പോൾ ഈ ഒരു കുണാപ്പിച്ച വർത്താനം പറയുന്ന ഇവന്റെ സംസാരം കേട്ട് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടാകും എന്നുള്ളതാണ് പറയാണ്. ഞാൻ ഇപ്പോൾ കേരളത്തിലാണ് നടക്കുന്നത്. ഇവിടെ എല്ലായിടത്തും കടകൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ബീഫിന്റെ ബോർഡുകൾ കാണുന്നുണ്ട്. ഇത് ഭയങ്കര സങ്കടകരമാണ്. കാരണം ഇത് പരശുരാമന്റെ മുറിയല്ല, ഭൂമിയാണത്രേ. പരശുരാമാണത്രേ ഈ ഭൂമി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ കാമധേനുവിന്, പശുവിന് വേണ്ടി കാർത്തവ്യവീര്യ അർജുനനുമായിട്ട് അദ്ദേഹം യുദ്ധം ചെയ്ത മണ്ണാണത്രേ ഇത്. എന്നാൽ ഇന്ന് ഇവിടുത്തെ ആളുകൾ അക്ഷരാർത്ഥത്തിൽ ബീഫ് കഴിക്കുകയാണ്. പരശുരാമൻ എന്തിനെതിരെയാണ് പോരാടിയത് അത് തന്നെയാണ് അവർ ചെയ്യുന്നത്. ഇത് ശരിക്കും അവന്റെ മനസ്സിന്, ഹൃദയത്തെ വേദനിപ്പിച്ചത്ര ആ നായിന്റെ. ഇവിടെ ബീഫ് നിരോധിക്കുന്നതായി സർക്കാർ എന്തെങ്കിലും മാനദണ്ഡങ്ങൾ കൊണ്ടുവരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു നോർത്ത് ഇന്ത്യൻ ട്രാവലർ, ഒരു സാങ്കി ട്രാവലർ എന്ന് പറയുന്നത്, ഒരു സംഘി ട്രാവലർ കേരളത്തിൽ വന്നപ്പോൾ അവനുണ്ടായ ഒരു സങ്കടമാണ് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ഇവിടെ ഇങ്ങനെ അവൻ പ്രചരിപ്പിച്ച് അവരിവിടെ ഇങ്ങനെ ഇട്ട് പോയിട്ടുള്ളത്. ഇത് കണ്ട നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നണമെന്ന് തന്നെ ഞാൻ കൃത്യമായിട്ട് പറയുന്നു. എൻ്റെ സുഹൃത്തുക്കളെ, ഇവന് ഈ ഒരു നോർത്ത് ഇന്ത്യൻ വാണം, മിക്കവാറും UP വാണമൊക്കെ ആയിരിക്കാം. ആ ഒരു UP വാണം ഇവിടെ സഞ്ചരിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇവൻ അറ്റ്ലീസ്റ്റ് ഇവിടെ സഞ്ചരിക്കുമ്പോൾ അവന് കണ്ടിട്ടുണ്ടായിരിക്കുക ഏറ്റവും ഭംഗിയുള്ള സ്കൂളുകളായിരിക്കും. അവൻ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. ഏറ്റവും നല്ല ഡ്രൈനേജ് സിസ്റ്റം ഒരു പക്ഷേ ഈ സംഖ്യവാണം കണ്ടിട്ടുണ്ടായിരിക്കും. അവന് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. എല്ലാ ഹോട്ടലും ജാതിയും മതവും നോക്കാതെ എല്ലാവർക്കും കയറിയിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയുമെന്നുള്ള ആ ഒരു മഹത്തായ സംഭവം അവൻ കണ്ടിട്ടുണ്ടാവില്ല. ഇവൻ കയറിയ വീടുകളിൽ മുഴുവൻ നല്ല മിനുസമുള്ള അടിപൊളി കക്കൂസുകളുണ്ട്. അതും 2, 3, 4 കക്കൂസുകളുണ്ട് എന്നുള്ള കാര്യം അവനറിയില്ല. ഒരുപക്ഷെ ഇവനത് ഭയങ്കര അത്ഭുതമായി തോന്നാൻ സാധ്യതയുണ്ട്. കാരണം ഇവൻ്റെ നാട്ടിൽ രാവിലെ ഒരു കുപ്പി വെള്ളം എടുത്തിട്ട് പറമ്പിലേക്ക് ഇറങ്ങുന്ന പരിപാടി ഇപ്പോഴും മാറ്റിയിട്ടില്ല എന്നുള്ളതാണ്. സംഗതി അവിടെ അവസാനിക്കുന്നില്ല. ഇനി ഇവൻ അതെല്ലാം കഴിഞ്ഞാൽ, എല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ, ക്ഷേത്രങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ജാതിയോ മതമോ നോക്കാതെ, അതായത് ജാതിയും മതം ഉണ്ടായിരിക്കും, മതവും അതിൻ്റെ ഉള്ളിലുള്ള കുറെ ജാതി വ്യത്യാസങ്ങൾ നോക്കാതെ എല്ലാ ക്ഷേത്രത്തിലും എല്ലാ ജാതിക്കാരും കയറിയിട്ട് ആരാധിക്കുന്നതും മറ്റൊക്കെ ഒരു പക്ഷേ ഈ ഒരു സംഖ്യവാണം കണ്ടിരിക്കും. ഇവനതൊന്നും കണ്ടിട്ടില്ല. ഇവനാകെ കണ്ടിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബീഫാണ്. ബീഫ് കണ്ടു. ബീഫ് അവനൊരു വലിയ പ്രശ്നമാണ്. കേരളത്തിൽ ഭയങ്കര പ്രശ്നമാണ്. ഇവനീ പറയുന്ന ഈ സംഖ്യവാണത്തിന്റെ ഈ നാട്ടിൽ നിന്നാണ്, നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ്, അല്ലെങ്കിൽ അവൻ്റെ UP എന്ന് പറയുന്ന നാട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ബീഫ് ഇവിടുന്ന് കയറ്റുമതി ചെയ്യുന്നത്. അത് ഇവന്റെ ആൾക്കാരൊക്കെ തന്നെയാണെന്നുള്ള വിവരമൊന്നും ഇവനക്ക് തീരെ കിട്ടിയിട്ടില്ല തോന്നുന്നു. ഒരുപക്ഷെ അത്തരം വിവരങ്ങളൊന്നും ഇവനെ അറിയാൻ ഒരു സാധ്യതയില്ല. സംഖ്യയാണല്ലോ, സ്വാഭാവികമായിട്ടും ഒരു ഉത്തരേന്ത്യ സംഖ്യക്ക് എത്രത്തോളം വിവരം ഉണ്ടാവുമെന്നൊക്കെ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. പിന്നെ അവന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പരശുരാമന്റെ നാടാണെന്നൊക്കെയാണ് പറയുന്നത്. നോക്കൂ എൻ്റെ സുഹൃത്തുക്കളെ, നമ്മുടെ കേരളത്തിൽ എന്തോന്ന് പരശുരാമൻ, എന്തോന്ന് വാമനൻ, എന്തോന്ന് നമ്മുടെ മഹാബലി. നമ്മളെ ആര് വന്നു കഴിഞ്ഞാൽ അവരൊക്കെ സ്വീകരിക്കുക. ഓക്കെ, പരശുരാമൻ നാടാണോ? എന്നായിക്കോട്ടെ, എന്നാ അതും ആയിക്കോട്ടെ. ഇവിടെ അങ്ങനെയുണ്ടോ? എന്ന് അങ്ങനെ ആയിക്കോട്ടെ. ഇതൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെ ബീഫ് തിന്നാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരത്തിൽ എന്തുണ്ടാവും? ബീഫ് ഉണ്ടാക്കിയിട്ട് അത് തിന്നുന്ന ആൾക്കാരാണ് നമ്മൾ. ആ നമ്മളോട് വന്നിട്ടാണ് ഇവ ഒന്ന് പറയുന്നത് ഇത് പരശുരാമന്റെ നാടാണ്, ഇവിടെ ബീഫ് കഴിക്കാൻ പാടില്ല എന്ന് ഈ നോർത്ത് ഇന്ത്യൻ വാണം വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സുഹൃത്തുക്കളെ, ഇത്തരത്തിലുള്ള കുറേ നോർത്ത് ഇന്ത്യൻ വാണങ്ങൾ ഇപ്പോൾ കേരളത്തിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവർ നമ്മുടെ നാട്ടിലെ സ്വസ്ഥത തകർക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ബീഫ് എന്ന് എഴുതി വെച്ച ബോർഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്തരം ആളുകളൊക്കെ കയറിയിട്ട് അറ്റാക്ക് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. സൂക്ഷിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൂട്ടമായിട്ട് അവൻ്റെ ഈ ഭാഗമൊക്കെ ചെറുതായിട്ടൊന്ന് തലോടി വിട്ടുകയാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത്. അവന് പിന്നെ അങ്ങനെ തോന്നരുത് എന്നുള്ളതാണ്. ഒരു കാരണവശാലും അത്തരത്തിലുള്ള തോന്നലുകളൊന്നും അവർക്ക് ഉണ്ടാവരുത്. അത് കൊടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഹിന്ദുക്കൾ തന്നെയാണ് കൊടുക്കേണ്ടത്. മുസ്ലിങ്ങളൊന്നും ഇവനെ തൊട്ടേണ്ട ആവശ്യമില്ല. എന്തായാലും ഇവന് സോക്കോള് ഹിന്ദു ആവുമല്ലോ. അപ്പോൾ ഹിന്ദുക്കളാണ്
നല്ല ബീഫ് തിന്ന കൈകൾ കൊണ്ട് അവന് ചെറുതായിട്ടൊന്നും ഇങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ തഴുകി വിടേണ്ടത് ഹിന്ദുക്കളാണ്, അല്ലാതെ വേറെ ആൾക്കാരും ചെയ്യരുത്. എപ്പോൾ മാത്രം ഈ ബീഫ് വിൽക്കുന്ന കടകളിലേക്കൊക്കെ വന്നിട്ട് അവൻ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതും ചെയ്യുന്നത് ശരിയല്ല എന്ന് ഞാൻ പറയുന്നു കേട്ടോ. പെട്ടെന്ന് അങ്ങനത്തെ വല്ല പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ പോലീസിനൊക്കെ അറിയിച്ചിട്ട് വളരെ പെട്ടെന്ന് അവനെ നിയമപരമായിട്ട് അറസ്റ്റ് ചെയ്യിക്കുക, ഈ നാട്ടിൽ നിന്ന് കരകടത്തുക എന്നീ പറയുന്ന കലാപരിപാടികളും നമുക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. അപ്പോൾ അതാവും ഒന്നുകൂടി നല്ലത്. നമുക്കെല്ലാം നിയമപരമായിട്ട് നീങ്ങട്ടെ, അതല്ലേ ശരിയെന്ന് എനിക്കിപ്പോൾ തോന്നിപ്പോകുന്നു. മുന്നേ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും വെട്ടിക്കളയട്ടോ, അതൊന്നും ആരും ചെയ്യണ്ട. എന്തൊക്കെയായാലും ഇങ്ങനത്തെ ഒരു നോർത്ത് ഇന്ത്യൻ തീരുമാനം കഴിഞ്ഞ 2 ദിവസമായിട്ടാണ് ഇവന്ന് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവന് വല്ല പ്രശ്നം ഉണ്ടാക്കുന്നതൊക്കെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ചുമതലയാണ്. അപ്പോൾ ബൈ.